മരുത്വാമലയിൽ കാറ് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് പോകാനുള്ളത്. ഇവിടെ നമ്മൾ രാവിലെ വരണം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഈ ഔഷധ ഗുണമുള്ള കാറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ശരിക്കും നമ്മളൊന്ന് ഫ്രഷാവും. എത്ര ക്ഷീണിച്ചാണ് വന്നാലും നമുക്കിവിടെ ഇതിൻ്റെ മുകളിലിരുന്നാൽ ക്ഷീണം തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ മരുത്വാമല ഈ മലയിലാണ് പഴയ ഗുരുക്കന്മാരെല്ലാം വന്ന് തപസ് ചെയ്തിരുന്നത്. ശ്രീനാരായണ ഗുരു എത്രയോ വർഷം ഇവിടെ തപസ് ചെയ്തതിന് ശേഷമാണ് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത്. ശ്രീനാരായണ ഗുരു തപസ് ചെയ്തിരുന്ന സ്ഥലം കൂടിയാണ് മരുത്വാമല. ആ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ശ്രീനാരായണ ഗുരു അവിടെ തപസ് ചെയ്യുമ്പോൾ കൂടെ ഒരു പുലി ഉണ്ടായിരുന്നെന്നും പാമ്പുകളും സർപ്പങ്ങളുമൊക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിമയാണ് ഈ ബാക്കിൽ ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പുലിയും പാമ്പും എല്ലാം അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ര തീവ്രമായ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ഈ മരുത്വാമല. ഈ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ശ്രീനാരായണ ഗുരു തപസ് ചെയ്തതും അതിനുശേഷമാണ് എൻലൈറ്റൻമെൻറ്റ് ആയതും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്.